ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു കഥയാണ് വായിക്കാൻ പോകുന്നത്. കഥയുടെ പേരാണ് എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. ഹോട്ട് സ്പ്രിങ്ങിലേക്കുള്ള യാത്ര. ഹോട്ട് സ്പ്രിംഗ് എന്ന് വെച്ചാൽ ചൂട് നീരുറവ. ഓക്കെ. സമ്മർ വെക്കേഷൻ കെയിം ടു എൻ എൻഡ് ആൻഡ് ദ ഡേ ഓഫ് ദി ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് ഫൈനലി അറൈവ്ഡ്. അപ്പോൾ വേനലവധി കഴിയാൻ പോവുകയാണ് അല്ലേ? നമ്മുടെ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്കുള്ള യാത്ര അങ്ങനെ എത്തിച്ചേർന്നു. ഫോർ ദി സ്റ്റുഡൻസ് ഇറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് അറ്റ് ടൊമോയ്. ടൊമോയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ് ആയിരുന്നു. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ പരിപാടി, കുട്ടികൾക്കുള്ളൊരു പരിപാടിയായിരുന്നു അത്. ദ ട്രിപ്പ് വാസ് ടു എ സീസൈഡ് സ്കൂൾ. അപ്പോൾ ട്രിപ്പ് എങ്ങോട്ടാ? ഒരു കടൽ തീരത്തുള്ള ഒരു സ്കൂളിലേക്കാണ് അല്ലേ? അറ്റ് എ പ്ലേസ് കോൾ ടോയ് ഓൺ ദ ഇസു പെനിൻസുല ഇൻ ഷിസൗക്ക. ഷിസൗക്കയിലുള്ള ഇസു പെനിൻസുലയിലേക്കാണ് അല്ലേ? ദ വാസ് എ ഹോട്ട് സ്പ്രിംഗ് റൈറ്റ് ഇൻ ദ സീ. അപ്പോൾ അവിടെ എന്തുണ്ട്? കടലിൽ ചൂട് നീരുറവയുണ്ട്. വേർ ദി ചിൽഡ്രൻ കുഡ് ബോത്ത് സ്വിം ആൻഡ് ടേക്ക് എ ഹോട്ട് ബാത്ത്. അവിടെ കുട്ടികൾക്ക് നീന്തി കളിക്കാം, അതുപോലെ തന്നെ കുളിക്കാം അല്ലേ? ഹോട്ട് ബാത്ത് ചെയ്യാം. ദ ട്രിപ്പ് വുഡ് ലാസ്റ്റ് 3 days and 2 nights. അപ്പം എത്ര ദിവസമാണ് ട്രിപ്പ്? 3 പകലുകളും 2 രാത്രിയാണ് അല്ലേ? വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഫാദർ ഹാഡ് വെക്കേഷൻ ഹോം ദർ. അപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛൻ അവിടെ എന്തുണ്ട്? ഒരു വെക്കേഷൻ ഹോം ഉണ്ട് അല്ലേ? വെർ ഓൾ 50 ഓഫ് ദി ടൊമോയ് സ്റ്റുഡൻസ് ഫ്രം ദ 1st to 6th grades കുഡ് സ്റ്റേ. അപ്പോൾ അവിടെയുള്ള 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണിത് അല്ലേ? ഓക്കെ. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹർ മദർ വുഡ് ലെറ്റ് ഹർ ഗോ. അപ്പോൾ ടോട്ടോ ചാൻ അറിയില്ല ഈ ട്രിപ്പിന് അവളുടെ അമ്മ അവളെ വിടുമെന്ന് അല്ലേ? അമ്മ സമ്മതിക്കുമെന്ന് അറിയില്ല. മോം മേ ഗോ ഫോർ ദി ട്രിപ്പ് ഷി ഹാസ് ഹെസിസ്റ്റൻ്റ്ലി. അപ്പോൾ ടോട്ടോ ചാൻ ചെന്നിട്ട് ചോദിക്കുകയാണ് അമ്മയോട്, അമ്മേ എന്നെ ട്രിപ്പിന് വിടുമോ? മേ ഗോ ഫോർ ദി ട്രിപ്പ് ഹെസിസ്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ മടിയോടെ. അപ്പം മടിയോട് കൂടി ചോദിക്കുകയാണ്. ബട്ട് ഹർ മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ ആൻഡ് മെയ്ഡ് അപ്പ് ഹർ മൈൻഡ് ടു ലെറ്റ് ടോട്ടോ ചാൻ ഗോ. അപ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി ഹെഡ് മാസ്റ്റർ കയ്യിൽ നിന്നും കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടോട്ടോ ചാനിന് ട്രിപ്പിന് അയക്കാമെന്ന് അമ്മ തീരുമാനിച്ചിരുന്നു അല്ലേ? ഓക്കെ. നൗ ദെൻ സേ ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ ഹാഡ് ഓൾ അസംബിൾഡ് ടു സ്റ്റാർട്ട് ദ ട്രിപ്പ്. വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. അപ്പോൾ ഹെഡ് മാഷ് പറയും, നമ്മൾ ട്രെയിനിലും ഷിപ്പിലൊക്കെയാണ് യാത്ര പോകുന്നത്, എനിക്ക് നിങ്ങൾ ആരെയും എന്താണ് നഷ്ടപ്പെടരുതെന്ന് പറയും. ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഓൾ റൈറ്റ്, ഓഫ് യു ഗോ. ഓക്കെ, എന്നാൽ നമുക്ക് പോവാം. ദാറ്റ് വാസ് ദ ഓൺലി ഇൻസ്ട്രക്ഷൻ ഹി ഗേവ്. യെറ്റ് ദ ചിൽഡ്രൻ വർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ് ഇൻ ദി ട്രെയിൻ. അപ്പോൾ ഈ ഒരു നിർദ്ദേശം മാത്രമേ സാറ് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടോ ഈ കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് തന്നെ ട്രെയിനിൽ ബിഹേവ് ചെയ്തു അല്ലേ? അവർ പെരുമാറി. നോബഡി റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ കാർസ് ആൻഡ് ദ ഓൺലി ടോക്കിംഗ് വാസ് ഡൺ ക്വയറ്റ്ലി എമംഗ് ദോസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്തത്? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടി കളിച്ചൊന്നുമില്ല. പിന്നെയോ സംസാരിച്ചതും എങ്ങനെയാണ്? വളരെ പതുക്കെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളോട് മാത്രം സംസാരിച്ചു അല്ലേ? വളരെ നല്ല കുട്ടികളാണല്ലേ ഇവരൊക്കെ? ഓക്കെ. ദ ടോമിയോ പീപ്പിൾസ് ഹാഡ് നെവർ ബീൻ ആക്ച്വലി ടോൾഡ് ഹൗ ടു ബിഹേവ് ഇൻ പബ്ലിക്. അപ്പം ടോമിയോ അല്ല ടൊമോയ്. ടൊമോയിലെ കുട്ടികളോട് ഇതുവരെ പബ്ലിക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ബട്ട് സംഹൗ ദെയർ സ്കൂൾ ലൈഫ് ഹാഡ് ഇൻസ്റ്റിൽഡ് ഇൻ ടു ദം ദ ബേസിക്സ് ഓഫ് ഡീസൻസി ആൻഡ് ഗുഡ് ബിഹേവിയർ. പക്ഷെ അവരുടെ സ്കൂൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? ബേസിക്സ് ഓഫ് ഡീസൻസി. ഓക്കെ. ദേ നെവർ ബുള്ളീഡ് അതേഴ്സ്. അവരൊരിക്കലും ആരെയും കളിയാക്കിയിട്ടില്ല അല്ലേ? നെവർ ടു അൺറൂലി ബിഹേവിയർ, picked up litter wherever they found it and never annoyed or disturbed others. അപ്പം മറ്റാളുകളെ ഒന്നും ഇവരെന്ത് ചെയ്യാറില്ല? ശല്യപ്പെടുത്താറില്ല. ചപ്പ് ചവറുകളൊക്കെ കാണുമ്പോൾ തന്നെ അതൊക്കെ അവിടെ നിന്ന് പെറുക്കി മാറ്റാറുണ്ട് അല്ലേ? നല്ല കുട്ടികൾ. ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വാസ് ടോട്ടോ ചാൻ. ഓക്കെ, അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ അത്? ടോട്ടോ ചാൻ ആണ്. ഇൻ ഹർ ഓൾഡ് സ്കൂൾ ഷീ ഹാഡ് ഡൺ അൺഇമാജിനബിൾ തിങ്സ്. അപ്പോൾ ഓൾഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഇത് ടോട്ടോ ചാൻ്റെ പുതിയ സ്കൂളാണല്ലേ? അവിടെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെ ആര് ചെയ്തു വെച്ചിട്ടുണ്ട്? ടോട്ടോ ചാൻ അല്ലേ? അൺഇമാജിനബിൾ, ചിന്തിക്കാൻ പറ്റാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്.
She would even talk to musicians in the street out of the window in the middle of the class. Middle of a class. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പം ജനൽ വഴി സ്ട്രീറ്റിൽ കൂടെ പോകുന്ന പാട്ടുകാരോടൊക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട് അല്ലേ? മ്യൂസീഷ്യൻ്റെ അടുത്തൊക്കെ സംസാരിക്കാറുണ്ട്. At Tomoy, from her first day, she was attentive in class and did her lessons properly. ഓക്കെ, ടൊമോയിൽ വന്നപ്പോൾ അവൾ എങ്ങനെയാണ്? ഫസ്റ്റ് ഡേ, സ്കൂളിലെ ഫസ്റ്റ് ഡേ വളരെ ശ്രദ്ധയോടു കൂടിയാണ് ക്ലാസ്സിലിരുന്നത് അല്ലേ? അതുപോലെ ക്ലാസ്സിൽ ലെസണൊക്കെ വളരെ നന്നായിട്ട് പഠിച്ചു. ഇഫ് എനി ഓഫ് ദ ടീച്ചേഴ്സ് ഫ്രം ഹെർ ഓൾഡ് സ്കൂൾ സോ ഹെർ നൗ ദേ വുഡ് നോട്ട് ബിലീവ് ദ ഐസ്. അവളുടെ പഴയ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിക്കില്ല എന്നാണ് പറയുന്നത്. ഷ്യൂർലി ഇറ്റ്സ് നോട്ട് ടോട്ടോചാൻ, ദേ വുഡ് ഹാവ് സെഡ് ഇറ്റ് മസ്റ്റ് ബി സംബഡി എൽസ്. അപ്പോൾ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് പറയുന്ന പറഞ്ഞത്? ഇത് ടോട്ടോചാൻ അല്ല, ഇത് വേറെ ആരോ ആണെന്ന് പറയും. At Numazu, they embarked on a ship that was just like what they had all dreamed about. അപ്പോൾ നുമാസുന്ന് അവരൊരു കപ്പലിൽ കയറി. ദാറ്റ് വാസ് ജസ്റ്റ് വാട്ട് ദേ ഹാഡ് ഓൾ ഡ്രീംഡ് അബൌട്ട്. അവരെല്ലാവരും സ്വപ്നം കണ്ട പോലത്തെ ഒരു കപ്പൽ അല്ലേ? ഇറ്റ് വാസ് ഇൻ എ ബിഗ് ഷിപ്പ്. അതൊരു വലിയ കപ്പലൊന്നുമല്ല. ബട്ട് ദേ വെർ ഓൾ സോ എക്സൈറ്റഡ്. പക്ഷെ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി അല്ലേ? ദാറ്റ് ദേ ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദി ഡെക്ക്, പുള്ളിങ് ആൻഡ് പോക്കിംഗ് ദേ ഹാൻഡ്സ് ഇൻ ടു എവറിത്തിങ്. അവരെന്ത് ചെയ്തു? അവർ ഇൻസ്പെക്ട് ചെയ്തു, അവർ പരിശോധിച്ചു എല്ലാ കോർണറും. കപ്പലിൽ കയറിയിട്ടല്ലേ, ഡക്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തുള്ള എല്ലാ ഭാഗങ്ങളും പോയിട്ട് അവർ പരിശോധിക്കുന്നുണ്ട്, വലിച്ചു നോക്കുന്നുണ്ട്. പോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോണ്ടി നോക്കുക, കുത്തി നോക്കുക എന്നൊക്കെ പറയും കേട്ടോ. അവരെ കൈ വെച്ച് ഓരോന്നൊക്കെ തൊട്ടും തലോട്ടിയൊക്കെ നോക്കുന്നുണ്ട് അവർ. ബട്ട് സോൺ ദി സീ ബിക്കേം റഫ്. പെട്ടെന്ന് തന്നെ സീ എന്തായി, കടൽ എന്തായി, കുറച്ച് റഫാവാൻ തുടങ്ങി. ടോട്ടോചാൻ ബിഗാൻ ടു ഫീൽ സിക്ക് ആസ് ഡിഡ് സം അതേഴ്സ്. അപ്പോൾ ടോട്ടോചാനും മറ്റു കുട്ടികളൊക്കെ പതുക്കെ എന്തായി, അവർക്ക് അസ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങി, സിക്കടിക്കാൻ തുടങ്ങി. വെൻ ദ ഷിപ്പ് റോക്ക്ഡ്. അപ്പോൾ റോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടിയോ ലേഖ കേട്ടോ. വൺ ഓഫ് ദി ഓൾഡർ ബോയ്സ് സ്റ്റുഡ് amid ship and ran from one side to the other saying oops. അപ്പോൾ കപ്പലിങ്ങനെ ആടിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു കുട്ടി, അവരുടെ കൂട്ടത്തിലെ കുറച്ച് പ്രായം കൂടിയ കുട്ടി, ഓൾഡർ ബോയ്സ്, എവിടെ നിന്നു? എമിഡ് ഷിപ്പ്, മധ്യഭാഗത്ത് നിന്നു. ഈ കപ്പലിൻ്റെ മധ്യഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അവിടേക്കും ഓടി, ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഷിപ്പ് ആടുമ്പോൾ ഈ സൈഡിലേക്കും ആടി ആടി കളിക്കുകയാണ്. എന്താ പറയുന്നത്? ഊപ്സ് എന്ന് പറഞ്ഞിട്ടല്ലേ? It was so funny that the children couldn't help laughing even though they felt so seasick. അവർക്ക് ഒരുപാട് സീസിക്ക് അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവർ ചിരിക്കുന്നുണ്ടല്ലേ? കുട്ടികളൊക്കെ ചിരിക്കുന്നുണ്ട്. സീ സിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. അതിനെയാണ് സീ സിക്ക് എന്ന് പറയുന്നത്, സീ സിക്നെസ്. When they disembarked, the oops boy began to feel sick. അപ്പോൾ അവർ കപ്പലിൽ നിന്ന് ഇറങ്ങിയപ്പം ഊപ്സ് ബോയ്ക്ക് സിക്ക് അടിക്കാൻ തുടങ്ങി, അവന് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. ജസ്റ്റ് വെൻ എവറി വൺ എൽസ് ഹാഡ് റിക്കവേർഡ് ആൻഡ് വാസ് ഫീലിംഗ് ഫൈൻ. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ ബാക്കി കുട്ടികളൊക്കെ ഓക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അവരുടെ അസ്വസ്ഥതകളൊക്കെ മാറി അവർ റെഡിയായി തുടങ്ങുമ്പോഴേക്കും നമ്മളെ ഈ ഓടിക്കളിച്ച ആൾക്ക് സിക്കാവാൻ തുടങ്ങി. The Spa Athoy was a quiet, beautiful village on the sea surrounded by wooded hills. ഇനി അവരൊരു വില്ലേജിലേക്കാണ് പോകുന്നത് അല്ലേ? അവിടെ എങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമാണത്. അവിടെ എന്താണ്? വുഡഡ് ഹിൽസ് ഉണ്ട് അല്ലേ? മരങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, സറൗണ്ടഡ് ബൈ വുഡഡ് ഹിൽസ്. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ് ദി ടീച്ചേഴ്സ് ടുക്ക് ദി ചിൽഡ്രൻ ഡൗൺ ഫോർ എ സ്വിം ഇൻ ദി സീ. അപ്പോൾ കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം ടീച്ചേഴ്സ് എന്ത് ചെയ്തു? കുട്ടികളൊക്കെ കടലിലേക്ക് ഇങ്ങനെ നീന്താൻ വേണ്ടി കൊണ്ടുപോയി. ഇറ്റ് വാസൻ ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂൾ. അത് കടൽ എങ്ങനെയാണ് നമ്മുടെ സ്കൂളിലുള്ള സ്വിമ്മിംഗ് പൂൾ പോലെയല്ല അല്ലേ? സോ ദേ സ്വിം സ്യൂട്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ എന്ത് ചെയ്തു? അവരുടെ സ്വിം സ്യൂട്ട് എടുത്തിട്ടു. ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. അൺയൂഷ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അസാധാരണമായത്. ഓക്കെ, സാധാരണ ഇല്ലാത്തൊരു സംഭവം അല്ലേ? ഓക്കെ, ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീരുറവ. ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ്. So there was no line separating the hot spring from the rest of the sea. If you crouched down where you were told the hot spring was, the hot water came up to your neck. അപ്പോൾ എന്താ പറഞ്ഞത്? ഈ ഹോട്ട് സ്പ്രിങ്ങും കടലുമായിട്ട് ഒരു ലൈനൊന്നും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നൊന്നുമില്ല അല്ലേ?
അപ്പം നമ്മൾ അങ്ങോട്ട് കുതിച്ച് ചാടിയിട്ടുണ്ടെങ്കിൽ, ഈ നീരുറവയിലേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കഴുത്തിന് വരെ വരും അല്ലേ? വെള്ളം നമ്മൾ ചാടി ഇങ്ങനെ നിൽക്കുമ്പം കഴുത്ത് വരെ വെള്ളം വരും. ഓക്കെ. ഇറ്റ് ഫെൽറ്റ് ലവ്ലി ജസ്റ്റ് ലൈക്ക് ബീയിങ് ഇൻ എ ഹോട്ട് ബാത്ത്. ഇങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് വളരെ നല്ല രസമുണ്ടല്ലേ? ഇൻ ദോസ് ഡേയ്സ് ദ സീ ഷോ വാസ് സോ ഡെസേർട്ടഡ്. ഡെസേർട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ശൂന്യത എന്നാണ് കേട്ടോ അവിടെ അർത്ഥം. അങ്ങനെ ആരുമില്ല. ഈ സീഷോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ തീരം. കടൽ തീരത്ത് അങ്ങനെ ആരും ഇല്ല. ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രൈവറ്റ് ബീച്ചിൽ നിൽക്കുന്ന പോലെയായിരുന്നു അവർക്ക് തോന്നിയത്. ഓക്കെ. ദി ചിൽഡ്രൻ റിവൽഡ് ഇൻ ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിംഗ് സീ ബാത്തിങ്. അപ്പോൾ ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള ഹോട്ട് സ്പ്രിങ്ങിലുള്ള കുളി കുട്ടികളെല്ലാവരും ഒരുപാട് ആസ്വദിച്ചു. ഓക്കെ. When they got back to the house in the evening after staying in the water so long, their fingers were a mass of wrinkles. അപ്പോൾ കുറേ നേരം കടലിൽ ഇങ്ങനെ കളിച്ചതിന് ശേഷം അവർ തിരിച്ച് എങ്ങോട്ട് പോയി? അവർ വീട്ടിലേക്ക് പോയി അല്ലേ? അപ്പോൾ എന്തുണ്ടായി? അവരുടെ കൈയൊക്കെ ഇങ്ങനെ റിങ്കിൾ വന്നു, ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? നമ്മൾ കുറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലേ? കുറേ നേരം വെള്ളത്തിൽ കുളത്തിലൊക്കെ ഇങ്ങനെ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ ചുളിഞ്ഞിരിക്കില്ലേ? അതുപോലെയായി. Each night, once they were tucked into their quilts, the children took turns telling ghost stories. Okay. അപ്പോൾ എല്ലാ രാത്രിയും തിരിച്ചവർ അവരുടെ ബെഡിലൊക്കെ കയറി സെറ്റായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാറുണ്ട്? ഗോസ്റ്റ് സ്റ്റോറീസ് പറയാറുണ്ടല്ലേ? പ്രേത കഥകൾ അവർ പറയാറുണ്ട്. ടോട്ടോച്ചാൻ ആൻഡ് ദ അതർ ഫസ്റ്റ് ഗ്രേഡേഴ്സ് ഗോട്ട് സോ ഫ്രൈറ്റൻഡ് ദാറ്റ് ദേ ക്രൈഡ്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് their tears, they would ask, and then what happened? അപ്പോൾ ടോട്ടോച്ചാനൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ പ്രേതകഥ കേട്ട് ഇങ്ങനെ കരയാറുണ്ടല്ലേ? എന്നാൽ പോലും അവർ എന്ത് ചോദിക്കും? എന്നിട്ട് അല്ലേ, then what happened? എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നിങ്ങനെ ചോദിക്കും. Unlike camping inside the school and the bravery test, the 3-day stay at Toy Spa was a real life experience. Okay. അപ്പോൾ നമ്മുടെ ബ്രേവറി ടെസ്റ്റിനും സ്കൂൾ ക്യാമ്പിങ്ങിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു നമ്മുടെ ടോയ് സ്പാലുള്ള 3 ദിവസത്തെ സ്റ്റേ എന്ന് പറയുന്നത്. അതൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണെന്നാണ് പറയുന്നത് അല്ലേ? There was a forest full of cicadas. സിക്കാഡ എന്ന് പറഞ്ഞാൽ ചീവീടാണ് കേട്ടോ. അപ്പോൾ ഒരു കാട് നിറയെ സിക്കാഡാസ് ഉണ്ട്. ആൻഡ് എ ഷോപ്പ് where you could buy popsicle. ഒരു ഷോപ്പ് ഉണ്ടല്ലേ, അവിടെ നിന്ന് നമുക്ക് എന്ത് മേടിക്കാം? പോപ്സിക്കിൾ മേടിക്കാം, ഐസ് മേടിക്കാം. And they met a man on the beach who was building a big wooden boat all by himself. അപ്പോൾ അവർ ഈ കടൽ തീരത്ത് നിന്ന് ആരെ കണ്ടു? ഒരാളെ കണ്ടു അല്ലേ? അവരെന്ത് ചെയ്യാണ്? അവരൊരു ഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഷിപ്പല്ല, ബോട്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത്. ഒരു വുഡൻ ബോട്ട് അല്ലേ? മരത്തിൻ്റെ ഒരു ബോട്ട് ഉണ്ടാക്കുന്നുണ്ട് അയാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ്. അത് ഓൾറെഡി ഒരു ബോട്ടിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. അപ്പോൾ ഇവരെ ഫസ്റ്റത്തെ പരിപാടി എന്താ? രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ ഇവർ ഓടും ഈ ആളുടെ അടുത്തേക്ക് അല്ലേ? എന്നിട്ട് ഈ ബോട്ട് എത്രത്തോളം അവർ ഉണ്ടാക്കിയെന്ന് നോക്കും. ദ മാൻ ഗേവ് ടോട്ടോച്ചാൻ എ വെരി ലോങ് ആൻഡ് കേളി വുഡ് ഷേവിങ്. അപ്പോൾ ഈ ഷിപ്പ് ഉണ്ടാക്കുന്ന ഈ ബോട്ട് ഉണ്ടാക്കുന്ന ആൾ ടോട്ടോച്ചാന് ഒരു സാധനം കൊടുത്തു. എന്താണ്? വുഡ് ഷേവിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മരം ഇങ്ങനെ ആശാരിമാരൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, ഇങ്ങനെ മരം ഇങ്ങനെ ചീകിയെടുക്കുമ്പോൾ ഒരു റോളായിട്ട് കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു നീളത്തിലുള്ള വുഡ് ഷേവിങ് ആണ് ടോട്ടോച്ചാന് കൊടുത്തത്. ഓക്കെ. മരം ഇങ്ങനെ ചീകിയെടുക്കുമ്പോഴുള്ള റോള് കേട്ടോ, അത് ടോട്ടോച്ചാന് കൊടുക്കും. ഹൗ അബൌട്ട് എ സോനിയർ ഫോട്ടോഗ്രാഫ് ആസ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ വർ ടു ലീവ്. അപ്പോൾ ഇവർ പോവാൻ നിൽക്കുകയാണല്ലേ. അപ്പോൾ സാറ് ചോദിക്കും, നമുക്കൊരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിക്കും. ദേ ഹാഡ് നെവർ ഹാഡ് എ ഫോട്ടോഗ്രാഫ് ടേക്കൺ ഓൾ ഓഫ് ദം ടുഗെദർ ആൻഡ് ദ ചിൽഡ്രൻ വർ എക്സൈറ്റഡ് അറ്റ് ദ ഐഡിയ. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ഇതുവരെ ഒരു ഫോട്ടോ ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പോൾ ഈ ഐഡിയയിൽ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. സാർ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ എക്സൈറ്റ്മെൻറ്റ് തോന്നി അല്ലേ? No sooner was the headmaster ready with his camera than someone had gone to the toilet. സാറ് റെഡിയായി നിന്നപ്പോഴേക്കും കുറച്ച് ആളുകൾ ഇങ്ങോട്ട് പോയി, ടോയ്ലറ്റിൽ പോയി. Then someone else had his gym shoes on the wrong feet and had to change them around.
കുറച്ച് ആളുകൾ എന്താ ചെയ്തത്, ജിം ഷൂസൊക്കെ ഇങ്ങനെ വലത്തെ കാലിനിടുന്നത് ഇടത്തെ കാലിലും ഇടത്തെ കാലിനിടുന്നത് വലത്തെ കാലിലൊക്കെയാണ് ഇട്ടത് അല്ലേ. അപ്പോൾ അവർക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കണം. വെൻ ഹി ഫൈനലി സെയ്ഡ് ഈസ് എവ്രി വൺ റെഡി, അവസാനം സാറ് പറഞ്ഞു എല്ലാവരും റെഡി ആണോ. 1 or 2 of children were lying on the ground. അപ്പോൾ 1-2 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ടിൽ കിടക്കുക. They had become tired of holding their poses so long. അവർ പോസ് ചെയ്ത് ക്ഷീണിച്ച് കിടക്കുകയാണല്ലേ. It was a big problem getting everyone ready for the photograph. എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാൻ ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രശ്നമാണല്ലേ, വലിയൊരു പ്രോബ്ലമാണ്. The whole process took a very long time. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ എടുക്കൽ പരിപാടി കുറേ നേരത്തേക്ക് നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. എല്ലാവരും പോസ് ചെയ്യുന്ന കണ്ടോ. ഓക്കെ. ബട്ട് ദാറ്റ് ഫോട്ടോഗ്രാഫ് വിത്ത് ദ സീ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഈച്ച് ചൈൽഡ് പോസിങ് അക്കോർഡിംഗ് ഹിസ് ഓർ ഹർ ഫാൻസി became a treasured possession for each of them. അപ്പോൾ ആ ഫോട്ടോ എങ്ങനെയുള്ള ഫോട്ടോ ആണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സീ ആണല്ലേ. കടലാണ് ആ ബാക്ക്ഗ്രൗണ്ട്. പിന്നെയോ എല്ലാ കുട്ടികളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. എ ട്രഷേർഡ് പൊസിഷൻ ഫോർ ഈച്ച് ഓഫ് ദം എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ഭയങ്കര നിധി പോലുള്ളൊരു കാര്യമാണല്ലേ. പൊസഷൻ എന്ന് പറഞ്ഞാൽ കൈവശമുള്ളത് അല്ലേ. അപ്പോൾ ആ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ലാ കുട്ടികൾക്കും ഒരു നിധി പോലെയാണ്, അവരുടെ കൈവശമുള്ളൊരു നിധി പോലെയാണ്. വൺ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക്. ടോട്ടോച്ചാൻ നെവർ ഫോർഗെറ്റ് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ഒരു തവണ നമ്മൾ ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മെമ്മറീസിലേക്ക്, ആ ഓർമ്മകളിലേക്ക് നമ്മളിങ്ങനെ പോകുന്നതാണ് പറയുന്നത് അല്ലേ. ഈ സമ്മർ വെക്കേഷൻ ടോട്ടോച്ചാന് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ടോട്ടോച്ചാൻ്റെ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ അല്ലേ. ഓക്കെ, വളരെ നല്ലൊരു കഥയായിരുന്നു ഇത് അല്ലേ. ഓക്കെ, അപ്പം നമ്മളും അങ്ങനെ തന്നെയല്ലേ, നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് പോയ ആ സ്ഥലമൊക്കെ നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കഥ കഴിഞ്ഞു. ബൈ ബൈ.